അളിയ അവിടെ കൊച്ചിയിൽ വരുന്നുണ്ട് അളിയ ഇതൊക്കെ വിഷയം സാധനം തന്നെ ഇല്ലേ? എന്റെ സ്വപ്ന വണ്ടിയാണ്. ഒന്ന് നിർത്തിയാണല്ലേ നമുക്ക് ഇറങ്ങി ഒന്ന് ചോദിക്കാം. 4000 നമ്പർ അല്ലേ? 4000 ഫാൻസി നമ്പർ. ഓ ഇറങ്ങി ഇറങ്ങി വണ്ടി റിവേഴ്സ് വണ്ടി അങ്ങോട്ട് ചേർത്തിട്ട് റിവേഴ്സ് അങ്ങോട്ട് വണ്ടി ചെയ്ത് റിവേഴ്സ് റിവേഴ്സ് ഇത് കുഴിയെന്ന് തോന്നുന്നു. വാടാ വാടാ ഞാൻ വരാ. എങ്ങനെ ഉണ്ടല്ലേ സാധനം? പൊളി സാധനം അല്ലേ? നമ്പർ എത്ര? 4000 KL 86 ഏതാണ്ടാ? 86 എവിടെ? ഒരു കല നെല്ലി കിടക്കുന്ന കിടപ്പ് കാണാൻ തന്നെ ഉണ്ടളി ആശികേ. അടേ ഒരു ആന കിടക്കുന്നത് കണ്ട. ഇതൊരു കുതിരയെ പോലെ ഉള്ളൂ, ഇതൊരു ആനയെ പോലെ ഉണ്ട്. ഇതൊരെണ്ണം മേടിച്ച് നമ്മളങ്ങോട്ട് ഇട്ടാ ഉണ്ടല്ലോ അല്ലേ? നമ്പർ തന്നെ ഉണ്ടല്ലേ? 4000 വണ്ടി നമ്പർ. ഇതൊരെണ്ണം അങ്ങോട്ട് മേടിച്ചിട്ട് നമുക്കൊരു പ്രൗഡി ആയിരിക്കും. നമ്മളെ ലൊക്കേഷനിലൊന്നും ആരെങ്കിലും ഇല്ലല്ലോ? ഇല്ല ഇല്ല. ഇത് തന്നെ ഷോറൂം തന്നെ കൊടുക്കാനുള്ളതായിരിക്കും. നമസ്കാരം. ചേട്ടാ എന്റെ ഒരു ബഡ്ജറ്റ് നിന്നാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഉണ്ട്. ഇത് 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 കൊടുക്കാട്ടേക്ക് ആ വണ്ടി കണ്ടിട്ട് ഇറങ്ങിയോ? അത് കൊടുക്കാണ്. ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പറഞ്ഞിടക്ക് ആവശ്യക്കാർ വന്നാൽ കൊടുക്കും. ഇപ്പൊ ഞാൻ നിലവിൽ ഇപ്പൊ ഒരു 3 മാസമായിട്ട് ഞാൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കല എന്നാ ഈ കൊറേ ആട്ടും കുഞ്ഞുങ്ങളെ ഇടയില് പരിപാടിയാണ്. നമ്മളിവിടെ ഒരു ബഡ്ജറ്റ് കാറിന്റെ പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു 1.5 രൂപയ്ക്ക് അകത്ത് സാധാരണക്കാരന്റെ ഒരു കാർ എന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം കൊടുക്കാൻ വേണ്ടിട്ടേ? ഇതെല്ലാം കൊടുക്കാം. അപ്പൊ ഇത് നമ്മുടെ സ്ഥലം വരുന്നത് നമ്മളിപ്പോ തിരുവനന്തപുരത്തോട്ട് പോകുമായിരുന്നു. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഇവനിങ്ങനെ കിടക്കുന്ന കണ്ടോണ്ട് ഇവിടെ ഇറങ്ങിയതാണ്. ഞാൻ കുറെ നാളുകളായിട്ട് വിചാരിക്കുവാണ് എന്റെ ഒരു ഡ്രീം കാർ. എല്ലാരെയും ഒരുപാട് എന്റെ ഒരു ഡ്രീം കാർ ആണ്. ഞാൻ കുറെ എന്റെ ഫേസ്ബുക്കിലൊക്കെ ഞാനൊരു 4 വർഷമായിട്ട് ഞാൻ കവർ ഫോട്ടോ ആയിട്ട് തന്നെ ഇട്ടേക്കുവാണ്. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും എടുക്കണം. ഞാനിവിടെ ഇടുമ്പോ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ നേരത്തെ ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട്. കാരണം അത് എല്ലാരെയും ഈ പറഞ്ഞ കണക്ക് പജീറോ ഒരു വികാരമാണ്. നമുക്ക് ഇതിനെ പറ്റി ഒന്ന് അത് എങ്ങനെയാണ് കാര്യങ്ങൾ? ഞാൻ പറഞ്ഞത് ഇത് വണ്ടി 2009 അപ്പൊ 2009 മോഡലാണ് വണ്ടി വരുന്നത്. പിന്നെ ഇതിപ്പോ ഞാനിപ്പോ എന്റെ കയ്യിൽ ഇപ്പൊ ഏകദേശം ഒരു 3 മാസമായിട്ട് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് വണ്ടി റീ രജിസ്ട്രേഷൻ ആണ്. റീ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഒരുപാട് നാളായി. ഇവിടെ ഒരു വലിയ വണ്ടിയുടെ ഒരു വണ്ടിക്രാന്തന്റെ ഇരുന്ന വണ്ടിയാണ്. ഇവിടെ കണ്ണൂര് ഒരു വണ്ടിയുടെ ഒക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വലിയ എന്തൂസിയാസ്റ്റിന്റെ ഇരുന്ന വണ്ടിയാണ്. അപ്പൊ പുള്ളി ഒരു ഡോക്ടർ പ്രേംലാൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പുള്ളി ആഡ് ഓൺ ചെയ്താണ്. ഇത് അലോയിൻ ടയറും മാത്രം 2.5 ലക്ഷം രൂപയുടെ ആഡ് ഓൺ ഉണ്ട്. പിന്നെ വേറെ വൃത്തികെട്ട മോഡിഫിക്കേഷൻസ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടിയുടെ സ്റ്റോക്ക് രീതിയിലുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ആയിട്ടാണ് ചെയ്തേക്കണേ. ആകെ വീല് മാറിയിട്ടുണ്ട്. ടയേഴ്സ് മിഷലിന്റെ ടയറാണ്. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ സാധനം. ഇതിന്റെ ഈ വീലും ടയറും ആണ്. അത് ഏകദേശം 10 ഇപ്പൊ ഞാൻ ഒരുപാട് പേര് ഞാനിങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ തിരക്കും. എനിക്ക് എടുക്കണമെന്നൊരു ആഗ്രഹമാണ്. ഞാൻ എടുക്കുന്നെങ്കിൽ ഇതൊരെണ്ണം എടുക്കണമെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കേസ് വെച്ച് കഴിഞ്ഞാലാണ് അപ്പൊ ഇതിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻറ്റെയിൻ ഒക്കെ ഭയങ്കര മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ നോർമൽ നമുക്കൊരു ഭയങ്കര കുറവെന്ന് പറയാൻ പറ്റൂല. ഞാൻ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ ചെറിയ ഒരു കാറിന്റെ ഒരു മെയിൻ്റെനൻസ് അല്ല. അത് അന്ന് ഇറങ്ങിയ അന്നത്തെ ഒരു പ്രീമിയം കാർ ആണിത്. അപ്പൊ ഏകദേശം ആ ഒരു മെയിൻ്റെനൻസ് എന്തായാലും ഉണ്ടാവും. പറഞ്ഞ കണക്ക് ഒരു ഇന്നോവയുടെ മെയിൻ്റെനൻസിനെക്കാളും കുറച്ചുകൂടെ കൂടി നിൽക്കുന്നേ ഉള്ളൂ. ഭയങ്കര മെയിൻ്റെനൻസ് ഒന്നും പറയില്ല. പിന്നെ
ഇത് പണിയുന്ന വർക്ക്ഷോപ്പുകൾ നമ്മൾ അതിൻ്റെതായ കുറച്ച് സ്ഥലങ്ങളുണ്ട്. എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് ചെയ്യാം. അത് ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരുടെ കൊടുക്കുന്നതാണ് നല്ലത്. മഴയുണ്ട് നമുക്ക്. ഇപ്പൊ നമ്മളിത് എവിടെയെങ്കിലും കൊടുത്തിട്ട് നമുക്കതിന്റെ കാര്യമില്ല. ഇപ്പൊ ഇതിന്റെ എക്സ്പേർട്സ് ഉണ്ട്. കോട്ടയത്തൊക്കെ ഡോക്ടർ പജീറോ എന്നൊക്കെ പറഞ്ഞിട്ട് മനീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക്ഷോപ്പ്. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് വേറൊരു ആളിനെ യൂട്യൂബിനകത്ത് അത് ആ പുള്ളി പജീറോ മാത്രം കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. അതെ അതെ പുള്ളി ഇതിന്റെ റീസ്റ്റോറിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഇതിന്റെ കുറെ നമ്മള് വേറൊരു കേസ് കണ്ടപ്പോഴേ നമ്മള് വേറെ പേരൊന്നും ചോദിച്ചില്ല. എന്റെ കിരൺ വണ്ടി അല്ല എല്ലാരും എന്റെ അടുത്ത് ഒരുപാട് ഞാൻ ഇവിടെ വണ്ടി കൊണ്ട് ഞാൻ സാറിന് വണ്ടി ഇങ്ങോട്ട് കൊണ്ട് മീൻസ് ഞാൻ കൊടുക്കാനായിട്ടുള്ളൊരു പ്ലാനിങ് ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വണ്ടി ഇങ്ങോട്ട് അധികം കൊണ്ടുവരാറില്ല. വന്ന ഒരുപാട് എൻക്വയറി വരും. അപ്പൊ അവരുടെ അത് നമ്മളിവിടെ ഉദ്ദേശം ബഡ്ജറ്റ്കാരന്റെ പരിപാടിയാണ്. പിന്നെ ഇപ്പൊ സത്യം പറഞ്ഞ ഇപ്പൊ ഞാൻ ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങില് ആണ്. ഞാനും എനിക്ക് എടുക്കണമെന്നുള്ള ഒരു നല്ല വണ്ടിയാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടും യാത്ര നമുക്ക് ഓൺ റോഡ് ആയാലും ഓഫ് റോഡ് ആയാലും ഭയങ്കര അത്യാവശ്യം. ഇതിന് എല്ലാം വേറെ വണ്ടികൾ ഈ സെഗ്മെന്റിലില്ല. ആ സെഗ്മെന്റിൽ ഒരു പുലിയാണ്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാന് അങ്ങനെ ഒരു വണ്ടി നോക്കി നിൽക്കുവാണ്. അപ്പൊ നമുക്ക് ബഡ്ജറ്റ് ഒക്കെ എന്റെ ഒന്ന് ക്ലിയർ ആവുന്നുണ്ട് കുറച്ച്. അപ്പോ റെഡി ആവുകയാണെങ്കിൽ ഞാൻ തന്നെ ഒന്ന് ശ്രമിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾക്ക് ഒരു കച്ചവടം ഇത് കടയായതുകൊണ്ട് നിങ്ങൾ കൊടുക്കാൻ പറ്റിയ കാലത്ത് നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ ഇത് കുറച്ചാൾ ഇട്ടേക്കണമെന്ന് പറയാൻ പറ്റൂല. ഇതെല്ലാം കുറച്ച് ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം നമ്മളൊരു ബഡ്ജറ്റ് കാറിന്റെ രീതിയാണ്. ഇത് ഏത് മോഡലാണ്? ഇത് 2006 ആണ്. 2006. ഇത് സാൻഡ്രോയുടെ തന്നെ ടോപ്പ് ആൻഡ് എക്സോ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അലോയ് വീലൊക്കെ ഇൻബിൽട്ട് കമ്പനി അലോയ് വീലൊക്കെ വരുന്ന മോഡലാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് 2006. ഇത് 85,000. ഇപ്പൊ ഒരു 16-17 ആവറേജ്. എത്ര ഇത് നമ്മള് സാധാരണക്കാര് നമുക്കൊരു 85,000 85,000 അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇത് 4-door പവറിന്റെ വരുന്ന മോഡലാണ്. അലോയ് വരുന്ന മോഡലാണ്. ടയേഴ്സ് എല്ലാം ഒരു 10-60% മേളിൽ ടയേഴ്സ് എല്ലാം അത്യാവശ്യം നല്ലൊരു ഇതുണ്ട് കേട്ടോ. നീറ്റായിട്ട് കിടക്കുവാണ്. സീറ്റ് കവേഴ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ഡോർ പാഡും എല്ലാം അത്യാവശ്യം സ്റ്റോക്ക് കണ്ടീഷനിൽ ഇരിക്കുന്ന വണ്ടിയാണ്. ഇതിപ്പോ ഇത് ആൾറെഡി ബുക്ക്ഡ് ആണ് ഈ വണ്ടി. കൊടുത്തു സെയിലായി. ഇത് 2007. ഇതും 90,000 89,000 കൊടുത്തതിന്റെ വില നമ്മൾ ഇത് കൊടുത്ത് ഇത് കസ്റ്റമർ ഗൾഫിലാണ്. ആൾട്ടോ അത് 2011. അത് LX ആണ്. 2011 65,000 കിലോമീറ്റർ. 4 പുതിയ ടയറൊക്കെയാണ്. പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനാണ്. തുറന്ന് കാണിച്ചു കൊടുക്കാം. നമ്മളെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല. നമ്മൾ സത്യം പറയാ നമ്മൾ ചെറുക്കനെ കണ്ടോടെ കയറിയതാണ്. കീ എടുത്തിട്ട് ഒന്ന് അല്ല നിങ്ങളൊരു കാര്യം ചെയ്ത് ആർക്കെങ്കിലും ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇവിടെ വരിക. നമ്മുടെ പുളിമാത്ത് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോഴത്തേക്കും കിളിമാനൂർ കഴിഞ്ഞിട്ട് പുളിമാത്ത് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നായിട്ടുള്ള ഒരു വളവ് സൈഡിൽ തന്നെ നമ്മുടെ ട്രാവൻകൂർ എന്ന് പറയുന്ന നമ്മുടെ ചേട്ടന്റെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കുക. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ സെഗ്മെന്റിലൊക്കെ നിങ്ങൾ നല്ലൊരു കാറൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് വരാം. അപ്പോൾ നമുക്കിതാണ് ഇഷ്ടപ്പെട്ട സാധനം എന്താ ഇവിടെ കിടക്കുന്നത്. ഒരു ദിവസം ഇവനെ കൊണ്ടുപോകണം. നമ്മൾ കുറച്ചു നേരമൊക്കെ ഒന്ന് അകത്തേക്ക് കയറി ഇരുന്നോട്ടെ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഒരു കല എന്നല്ലേ? മേളില് ലൈറ്റ് ഉണ്ട്. ലൈറ്റ് മേളിൽ ഇവിടെ അല്ലേ? ഓക്കെ.
ഞാൻ നീ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇതിലിങ്ങനെ വരാൻ നിന്നെ ഞാൻ കണ്ടാലേ ഞാൻ മൈൻഡ് ചെയ്യൂലല്ലേ. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ യൂസ് ചെയ്യണോണ്ട് ഫുള്ള് അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് സത്യം പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എന്റെ കുറെ നാളുകളത്തെ ആഗ്രഹമാണ്. പലരും ഇങ്ങനെ പജീറോയിലൊക്കെ പോകുന്ന കാണുമ്പോഴും ഇതൊക്കെ കാണുമ്പോഴും എനിക്കങ്ങ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. കാരണം നമുക്ക് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കണേ നമ്മൾ എന്തായാലും ഞാൻ നിന്നെ കയറ്റുകയാണ്. എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റട്ടെ. നോക്കാം, പരിശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി എനിക്ക് അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ല നമ്മളെ പോലെ അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളവർക്കൊക്കെ ഇത്ര കിലോമീറ്റർ ഓടിയുന്നത് ഇത് 1,26,000. 1,26,000 കിലോമീറ്റർ ഒക്കെ ജെനുവൻ ആണ്. 4x4. ഇത് 4x4. 4x4 ആണ് SFX സ്പോർട്ടിനും 4x4 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിനകത്താണ് ഓട്ടോമാറ്റിക്കലി 4x2 ഉണ്ട്. ഇതിനകത്ത് കുറെ പേര് ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഹൈബ്രിഡ് ക്ലച്ച് ചെയ്താല് വണ്ടിക്ക് ചെറിയ ഗിയറിലൊക്കെ ഉള്ള കുറച്ച് വൈബ്രേഷനും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ മാറി കിട്ടും. പിന്നെ ഇതൊരു ഓൾഡ് സ്കൂൾ വണ്ടിയാണ്. ഇതിനകത്ത് മോഡേൺ അമ്യൂണിറ്റീസ് അങ്ങനെ ഒരുപാട് അങ്ങനത്തെ മോഡേൺ പരിപാടികളൊന്നുമില്ല. പുതിയ തരത്തിലുള്ള അതൊക്കെ വളരെ കുറവാണ്. എയർ ബാഗ് ബേസിക് ആയിട്ടുള്ള അങ്ങനെ ABS കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ അല്ലാതെ ഉള്ള ഈ പുതിയ വണ്ടികളിൽ വരുന്ന ടൈപ്പിലുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. നമ്മള് ഫാമിലി ആയിട്ട് അത്യാവശ്യം അതിനൊന്നും ഒരു ബേക്കിലൊക്കെ ഇരിക്കുമ്പോ അത്യാവശ്യം ഇതിപ്പോ എന്റെ സീറ്റിന്റെ പൊസിഷന്റെ ബാക്കിലാണ്. ബേക്കിലൊക്കെ ഇരുന്നാണ്ടല്ലോ. ഇതിനകത്ത് വേറൊരു സംവിധാനം കൊണ്ടുണ്ട്. ഡ്രൈവർ ഞാൻ എടുത്ത ഡ്രൈവർ ഇതൊക്കെ ഇർഷാദേ ഇതുണ്ട് ഇർഷാദ് ഇങ്ങൊന്ന് ബേക്കിരിക്കുന്ന സുഖം കേട്ടോ. നമ്മുടെ മോഹൻലാലൊക്കെ ഒരു വളരെ കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ പുള്ളി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടികളിൽ ഒന്നാണ്. ഒരുപാട് കാലം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പജീറോ. ഞാൻ അതൊക്കെ കണ്ട് ഭയങ്കര ആരാധന. എനിക്കും ഞാൻ സത്യം കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇത് എടുക്കണം. പക്ഷെ പലരും ഇങ്ങനെ ഒരു ഇത് ആ ഒരു ഇതിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. താറൊക്കെ പലരും ഇപ്പൊ താറൊക്കെ താറ് ഇപ്പോഴത്തെ ഒരു പ്രാക്ടിക്കാലിറ്റിയിൽ പറ്റിയ വണ്ടിയാണ്. അത് നമ്മളെ വണ്ടിയാണ്. ഏതാ ഇത്? അതും വന്നല്ലേ ഇത് കൊടുക്കാൻ വേണ്ടിട്ടേക്കാണ്. അത് നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഇങ്ങനത്തെ കുറച്ച് ഭ്രാന്തുണ്ട്. കിരണ ഇത് നമ്പർ കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും ആരെങ്കിലും. നമ്പർ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കിരണനായിട്ട് കോൺടാക്ട് ചെയ്യാം. പറയാം. അപ്പോ നമ്പർ ഞാൻ എന്തായാലും കൊടുത്തിരിക്കാം. സാധനം നോക്കിയാണല്ലേ അത് ഇങ്ങോട്ട് പോയി. സത്യം പറഞ്ഞ ഫോട്ടോ എങ്ങനെ ഉണ്ടല്ലേ? ഇതല്ലേ വെള്ളാച്ചി കേറിയിരിക്കാണ് അവിടെ. ഇറങ്ങുന്നില്ലേ? എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? ശരിയല്ലേ? വാ കയറുക. എന്തായാലും നമ്മൾ അറിയുന്ന സുഹൃത്തുക്കൾ ചെറിയ വണ്ടികളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വരും. ഉറപ്പായിട്ടും. അപ്പൊ നിങ്ങള് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നിങ്ങൾ മാക്സിമം അവർക്ക് ഒരു അഫോർഡബിൾ ആവുന്ന ബഡ്ജറ്റ് നോക്കിയിട്ടായിരിക്കും ഒരു ചെറിയ വണ്ടി എടുക്കാൻ വരുന്നത്. അവരെ നിങ്ങൾ മാക്സിമം ഒന്ന് പരിഗണിക്കണം. ഉറപ്പായിട്ടും നമ്മള് 100% അതിനകത്ത് നമ്മളെ നീതി പുലർത്തിക്കൊണ്ട് തന്നെ ചെയ്യും. ഓക്കെ.
അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ചെറിയ ഒരു 1.5 ലക്ഷം രൂപ ആ ബഡ്ജറ്റിലേക്കുള്ള വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആദ്യം നമ്മൾ പുളിമാത്തുള്ള കിരണിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കേരളത്തിൽ എവിടെയും കോൺടാക്ട് ചെയ്യണം. എൻ്റെ ഒരു പേഴ്സണലായിട്ട് പറയുന്നത് നമ്മൾ വളരെ ലിമിറ്റഡ് സ്റ്റോക്കുകളാണ്. കാരണം ഒരുപാട് അങ്ങനെ എടുത്തിട്ട് അങ്ങനെയുള്ള പരിപാടിയല്ല. വളരെ സെലക്ടഡ് ആയിട്ട് നല്ല വണ്ടികൾ മാത്രം എടുക്കുക. വളരെ ചെറിയ ഇൻ കേസ് ഞാൻ നമ്മളിപ്പോ ഈ വണ്ടി ഒരു വണ്ടി എടുത്ത് നമുക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? സ്വാഭാവികമായും നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് കാർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ, എന്നാലും നമ്മൾ കഴിവിന്റെ പരമാവധി നോക്കിയിട്ട് വളരെ നമ്മുടെ അറിവിന്റെ പരമാവധി ഇത് വെച്ചിട്ട് നല്ല രീതിക്ക് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്ത് വണ്ടി എടുക്കുള്ളൂ. പിന്നെ ഈ പറഞ്ഞാൽ അറിയാലോ, നമ്മളൊരു 1.5 ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള വണ്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഗ്യാരണ്ടിയോ വാറന്റിയോ കൊടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള, നമ്മളിപ്പോ ഒരുപാട് മറ്റേ വാദങ്ങൾ നിരത്തി നമ്മള് വാറന്റി തരും ഗ്യാരണ്ടി തരുമെന്ന് ഞാൻ പറഞ്ഞു പറ്റിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പൊ നമുക്ക് മാക്സിമം ചെയ്യാവുന്നതിന്റെ നല്ല ക്വാളിറ്റി വണ്ടികൾ അത്യാവശ്യം റിലയബിൾ ആയിട്ട് കുറച്ചു കാലം ഉപയോഗിക്കുക. ഞാനിപ്പോ നമ്മളിപ്പോ എടുത്ത് കുറച്ചു കാലമായിട്ട് നമ്മുടെ വണ്ടി എടുത്ത ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ തിരിച്ച് കുറച്ചാൾ ഉപയോഗിച്ചിട്ട് കൊണ്ടുവന്നാലും അപ്പോഴത്തെ എന്തായാലും ഒരു മാക്സിമം റേറ്റ് ഇട്ട് നമ്മൾ വണ്ടി എടുക്കും. നമ്മൾ തന്നെ തിരിച്ചെടുക്കും. നമ്മൾ കൊടുത്ത വണ്ടികൾ നമ്മൾ തിരിച്ചും നമ്മൾ എടുക്കാനുള്ള അത് നല്ലൊരു ഓഫറാണ്. കാരണം നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന വണ്ടികൾ നിങ്ങൾ 1-2 വർഷം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ തിരിച്ചുകൊണ്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു വില. ഞാൻ കൊടുത്ത വണ്ടി തിരിച്ചെടുക്കാൻ ഞാൻ തയ്യാറാണ്. അവർ കൊണ്ടുവന്ന അവരിപ്പോ കുറച്ചാൾ ഉപയോഗിച്ച് ഇപ്പൊ ഈ ഒരു ബഡ്ജറ്റിലെ വണ്ടി എടുക്കുന്നവരെപ്പോഴും ഓടിക്കുക, അത് മാറ്റുക എന്നുള്ളത് വരും. ആ സമയത്ത് നമ്മള് സ്വഭാവമായിട്ട് നമ്മൾ എടുക്കാം. ഓക്കെ. ഇനിയിപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്കും കിരണൻ ഒരുപാട് നല്ല വലിയ ഒരു പ്രീമിയം കളക്ഷൻ ഒക്കെ ഉള്ള രീതിയിലോട്ട് ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മളെ പുളിമാത്തുള്ള കിരണിന്റെ ഷോറൂം അല്ലെങ്കിൽ ഇതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വന്ന് നോക്കുക. വണ്ടിയെ പറ്റി എന്ത് ഡൗട്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് നോക്കുക. കാരണം നമ്മൾ ഇപ്പൊ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ നമ്മൾ പേഴ്സണലി വീഡിയോ എടുക്കാതെ തന്നെ കുറെ വണ്ടി ആ പജീറോയെ പറ്റിയൊക്കെ സംസാരിച്ച് ആ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി വണ്ടിയില് എന്താ പറയാ എത്ര വർഷമായിട്ട് ചേട്ടൻ വണ്ടി? എനിക്ക് വണ്ടി ഞാൻ ഭയങ്കര ഒരു വണ്ടി ക്രൈസ് ഉള്ള ആളാണ്. അല്ല ആ സംസാരം കേട്ടോ മനസ്സിലായി. അതുകൊണ്ടിട്ടാണ് എനിക്ക് വണ്ടി പണ്ടുതൊട്ടേ നമ്മുടെ ഒരു രക്തത്തിൽ അലിഞ്ഞൊരു സംഭവമാണ്. കാരണം ഞാൻ ജനിച്ച അല്ല ഞാൻ വേറെ കേസ് പറയാം. ഇപ്പൊ ഇതിന് മുന്നേ ഈ പജീറോ വേറെ ഇങ്ങനെയുള്ള വണ്ടികൾ ഞാൻ എൻഡവർ പുതിയ മോഡലല്ല, ആദ്യത്തെ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം, അതായത് 2004 മോഡലും എന്റെ ഉണ്ടായിരുന്നു, 2009 മോഡൽ ഉണ്ടായിരുന്നു, 2009 2 എൻഡവർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ MG ഹെക്ടർ, BMW X1. പിന്നെ ഞാൻ എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് വണ്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്നു, ഒരുപാട്. അപ്പൊ അത് മീൻസ് അത് വിൽപ്പനയല്ല, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായാലും പേഴ്സണലി ഞാൻ അത് മാറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കുറച്ച് നാളാകുമ്പോൾ മാറ്റിക്കൊണ്ടിരിക്കും. പണ്ട് അച്ഛനും ഒക്കെ വണ്ടിയുടെ ഭയങ്കര ഒരു ഇതുള്ള ആളായിരുന്നു. ഈ ട്രാവൻകൂർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബസ് അത് എന്റെ തന്നെ. ഓക്കെ. അപ്പൊ നമ്മള് കിരൺ ചേട്ടന്റെ ബസ്സാണ് ട്രാവൻകൂർ എന്ന് പറയുന്നത്. ഞാൻ ബോർഡ് കണ്ടിട്ടുണ്ട്. പിന്നെ അത് അച്ഛന്റെ പണ്ട് എന്റെ അച്ഛൻ മരിച്ചുപോയി. അച്ഛന്റെ പഴയ അച്ഛൻ ആദ്യമായിട്ട് അച്ഛന് പണ്ട്, അതായത് ഒരു 1986 മുതൽ ഒരു 2006 വരെ അച്ഛന് യൂസ്ഡ് കാറിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. ഞാൻ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. അപ്പൊ എനിക്ക് വണ്ടികൾ അത്രയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചെറുതിലെ മുതൽ ഞാൻ വണ്ടികൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ അച്ഛൻ പണ്ടിട്ട ആ പേര് തന്നെയാണ് ഞാൻ ഇപ്പോഴും. ഓക്കെ. എന്തായാലും ചേട്ടാ നമുക്കിങ്ങനെ വണ്ടിയെ പറ്റി ഭയങ്കര ഇതായിട്ടൊന്നും പറയാൻ അറിയില്ല. വണ്ടി ഇങ്ങനെ യൂസ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും, കുറച്ച് ജനറൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കിരൺ ചേട്ടൻ്റെ നമ്പർ നമ്മൾ എന്തായാലും ഇതിനകത്ത് കൊടുത്തേക്കും, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കും. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആദ്യം നിങ്ങൾ വണ്ടി ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് വിളിച്ച് നോക്കി നിങ്ങൾ വന്ന് കണ്ട് നോക്കി കുറച്ച് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ വണ്ടിയെ പറ്റി കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചാലും ഉറപ്പായിട്ട് ഏത് സമയത്ത് എന്നെ വിളിക്കാം. നമ്പറിൽ വിളിച്ചാൽ ഞാൻ ഇപ്പൊ വേറെ ആർക്കെങ്കിലും എടുക്കാൻ പോകുന്നെങ്കിൽ പോലും എന്നെ വിളിച്ചിട്ട് ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഞാൻ വണ്ടിയുടെ എല്ലാം ആണെന്ന് പറയുന്നില്ല, പക്ഷെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അത് പറഞ്ഞു കൊടുക്കാം. ആർക്കായാലും ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സ് ആയാലും ഒക്കെ വണ്ടി എടുക്കുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അവരെ മീൻസ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ അത് ചെയ്യും. അപ്പൊ അത് എന്തായാലും എനിക്ക് പറയാന്ന് പറഞ്ഞാൽ ഞാൻ പജീറോ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സാധനമാണ്.
ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഇതാവാൻ അതൊക്കെ ഉടനെ ദൈവം സഹായിക്കട്ടെ, അതൊക്കെ നടക്കും. ഓക്കെ, അങ്ങനെ നടക്കുവാണെങ്കിൽ ഞാൻ ഈ പജീർ ഇവിടെ ഉണ്ടെങ്കിൽ അന്ന് എടുക്കും. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ശരി, ഓക്കെ.